പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം പ്രധാനമായി ചിന്തിച്ചുകൊണ്ടിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. സങ്കീർത്തനത്തിന്റെ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നത്. ആ ഒരു ഭാഗം 32 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഏതോ ഒന്ന് സങ്കീർത്തനക്കാരനെ അലട്ടുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ശാരീരികമായ പ്രതിസന്ധിയോ അല്ലെങ്കിൽ ആത്മീകമായ ഒരു പിന്നോട്ടു പോകലിന്റെ അവസ്ഥയോ ഒക്കെ ആകാം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നു. എന്താണെന്ന് നമ്മൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാനായി സാധിക്കുന്നില്ല. എങ്കിലും ശാരീരിക ആത്മീക പ്രതിസന്ധികളായിരിക്കാം ആത്മീയ ജീവിതത്തിന്റെ അപകടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ശത്രു ഒരുക്കുന്ന അവസരങ്ങൾ ആയിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ടാകാറുണ്ട്. ആത്മീയത നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആത്മീയമായി നമുക്ക് ഒരു ചുവട് വെക്കുവാൻ തക്കവണ്ണം കഴിയാത്ത അവസ്ഥ, നമ്മുടെ ആത്മീയതയിൽ നിന്ന് വിട്ടുമാറി ലോകത്തിന്റെ ചുവടിലേക്ക്, അതൊരു പക്ഷേ നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് എത്തിച്ചേരുന്ന സാഹചര്യം. അങ്ങനെ നമ്മൾക്ക് പലരെയും കണ്ടിട്ടുണ്ട്. അനേക ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ദൈവത്തിനു വേണ്ടി അനേകം പ്രോജ്വലിച്ചവർ, എന്നാൽ ഒരു നിസാര സംഭവത്തിന്റെ മുമ്പിൽ, ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ അവർ ഈ ദൈവ സന്നിധി വിട്ട് ലോകത്തിലേക്ക് പോകുന്ന സാഹചര്യം നമുക്കറിയാം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. അങ്ങനെ അനേകർ നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുണ്ട്, നമ്മൾക്ക് പരിചയമുള്ളവരുണ്ട്. ദൈവത്തെ വിട്ട്, ഈ ദൈവസന്നിധി വിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ പെട്ടെന്ന് ഉണ്ടായി അവരതിലേക്ക് പോകുന്ന ഘട്ടമെത്തുമ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതിന്റെ 25-ാം വാക്യം വായിച്ചാൽ, എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിക്കണം. സങ്കീർത്തനക്കാരന്റെ നേരെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ശത്രുക്കൾ കടന്നു വരികയാണ്. അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവിത സാഹചര്യം സങ്കീർത്തനക്കാരന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനക്കാരൻ ഹൃദയം തകർന്നു പോകുന്ന സാഹചര്യമാണ് നമ്മൾക്കിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ആ സാഹചര്യത്തെ സങ്കീർത്തനക്കാരൻ ആലങ്കാരികമായി പറയുകയാണ്, എന്റെ പ്രാണൻ അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് എന്ത് ചെയ്തിരിക്കുന്നു, പൊടിയോട് പറ്റിയിരിക്കുന്നു. അതായത് എൻ്റെ ആത്മാവ്, എൻ്റെ പ്രാണൻ, അത് ജീവനായിരിക്കാം അല്ലെങ്കിൽ ആത്മീയ തലമായിരിക്കാം, അത് ഏറ്റവും താണ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഹൃദയം തകരുന്ന അല്ലെങ്കിൽ ഹൃദയം തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് സങ്കീർത്തനക്കാരൻ എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. ഒരു വിലാപത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ അവസ്ഥയിൽ കൂടെ അനേകർ കടന്നു പോകുമ്പോൾ പറയാറുണ്ട്, ഈ അവസ്ഥ എനിക്കിത് സഹിക്കുവാൻ കഴിയുകയില്ല, ഞാൻ ഇതിനെ എങ്ങനെ തരണം ചെയ്യും, എന്നെ കൊണ്ട് ഇത് സാധിക്കുകയില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. സങ്കീർത്തനക്കാരനും അങ്ങനെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, നമുക്ക് വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നാം അങ്ങനെയൊക്കെ പറയാറുണ്ട്, കർത്താവേ, ഈ പ്രതിസന്ധി ഞാൻ എങ്ങനെ തരണം ചെയ്യും, ഈ പ്രശ്നം ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും, ഞാൻ അടുത്ത ചുവട് എങ്ങനെ വെക്കും എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. നമുക്ക് അങ്ങനെ പല സാഹചര്യം. എന്നാൽ നമ്മളെക്കാൾ അനേക കഠിന വേദനകളിൽ കൂടി കടന്നുപോയ ആളുകൾ അനേകരുണ്ട്. അവരൊക്കെ ഒരു ഇങ്ങനെ അസന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ പറയാറുണ്ട്, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തകർന്നു പോകും എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ആലങ്കാരിക ഭാഷയാണ് നമ്മൾക്കിവിടെ കാണുന്നത്. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റി. ആ സങ്കീർത്തനക്കാരൻ അവിടെ നിന്ന് പറയുകയാണ്, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണം. സത്യത്തിൽ തകർന്നു പോകുന്ന ഒരു മനുഷ്യനെ ജീവിപ്പിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, അല്ലെങ്കിൽ ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അത് നമ്മൾക്ക് എടുത്തു വായിക്കുമ്പോൾ കിട്ടുന്നതാകാം, നമ്മളൊന്ന് കേൾക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരൻ വന്ന് ഒരു വചനത്തിലെ, ഈ തിരുവചനത്തിലെ ഒരു ഭാഗം നമ്മളോട് ഉദ്ധരിച്ചിട്ട് അതിൽ നിന്ന് ചില ആശ്വാസവാക്കുകൾ പറഞ്ഞ് നമ്മളെ ബലപ്പെടുത്തുന്നതായിരിക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ജീവൻ വെക്കുവാൻ തക്കവണ്ണം കഴിയും. കാരണം ദൈവശ്വാസീയമാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ നിശ്വാസം ഉൾക്കൊണ്ടതാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനം കർത്താവിൽ കൂടെ
ചെയ്യുന്നു? ആ ദൈവത്തിന്റെ വചനം നമ്മൾക്ക് ജീവൻ നൽകും. വചനമാകുന്ന ക്രിസ്തു നമുക്ക് ജീവൻ നൽകും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവൻ തകർന്നു പോകുന്ന, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ നമ്മൾക്ക് ആശ്വാസമാകുന്നത് എഴുതപ്പെട്ട വചനവും ജീവനായി നമ്മൾക്ക് മുമ്പിൽ നിൽക്കുന്ന കർത്താവാകുന്ന വചനവുമാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യണം? നമ്മൾക്ക് ആശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 39 വരുമ്പോൾ നമുക്ക് അവിടെ കാണുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. പലർക്കും ജീവൻ പ്രാപിക്കണമെന്നുണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യണമെന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ദൈവവചന പ്രകാരം ഒരു ജീവൻ പ്രാപിക്കണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം പലർക്കും വരുന്നില്ല. നിത്യജീവൻ ഇതിൻ്റെ അകത്തുണ്ട്, നിത്യജീവൻ നമ്മുടെ കർത്താവിലുണ്ട്. പക്ഷേ അതിലേക്ക് വരുവാൻ മനസ്സില്ലാതെ നമ്മുടേതായ ചില പ്രവർത്തികൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുമായി ചില വഴികൾ കൊണ്ട് ഇതിനെ തരണം ചെയ്യാം എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, അങ്ങനെയല്ല. ദൈവത്തിന്റെ വചനം നമ്മൾക്ക് ജീവൻ നൽകുന്നതാണ്. കർത്താവ് നമ്മൾക്ക് നിത്യജീവൻ നൽകണം. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾക്ക് ജീവൻ ഉണ്ടാകുവാനും മാത്രമല്ല, അത് സമൃദ്ധമായി ലഭ്യമാകുവാനുമാണ് നമ്മുടെ കർത്താവ് വന്നത്. ജീവൻ മാത്രമല്ല, ആ സമൃദ്ധിയിലേക്ക്, ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾക്ക് പോകേണ്ടത് ആവശ്യമാണ്. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് പോകുവാൻ്റെ കോണം ദൈവം നമ്മളെ സഹായിക്കണം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, മരണത്തിന്റെ ഘട്ടത്തിലെത്തിയാലും മരിച്ചാലും എന്ത് ചെയ്യും? നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇതാണ് ദൈവവചനത്തിന്റെ പ്രാധാന്യത. ദൈവവചനത്തിന്റെ പ്രാധാന്യത നാം എപ്പോഴും മനസ്സിലാക്കണം. കാരണം നമ്മൾക്ക് എപ്പോഴും ആശ്വസിക്കുവാനും നമ്മൾക്ക് എപ്പോഴും സന്തോഷിക്കുവാനും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ദൈവവചനത്തിൽ നാം എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷിക്കുകയും അതിൽ ധ്യാനിക്കുമ്പോൾ പുതുജീവൻ നമ്മൾ പ്രാപിക്കുകയും ചെയ്യണം എന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൊടിയിലേക്ക് പോയ, പ്രാണൻ തകർന്നു പോകുന്ന ഒരാളുടെ പ്രതീക്ഷയാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ നാം എപ്പോഴും ഇതിനെ ധ്യാനിക്കുന്നെങ്കിൽ മാത്രമേ ഇതിനകത്ത് നിത്യജീവൻ നമുക്ക് ഇതിനെ ആശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസമായി നിരന്തരം ധ്യാനിക്കുകയും ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഈ ദൈവവചനമായി നാം ഒന്ന് വേറിട്ട് സമയം ചെലവഴിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതിന്റെ പ്രാധാന്യത ഇത് ധ്യാനിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ദൈവവചനം നാം നിരന്തരം വായിക്കണം, അത് ഇരുന്ന് ധ്യാനിക്കണം. അത് പിന്നെ തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ധ്യാനത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ ഈ സ്നേഹനിധിയായ നമ്മുടെ കർത്താവിനെ നമ്മൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ദൈവവചനത്തിലാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. നിങ്ങൾ തളർന്നു പോകുന്ന ഏത് ഘട്ടത്തിലാണെങ്കിലും, നിങ്ങൾ ഇന്ന് തകർന്നു പോകും എന്ന് ലോകം വിധി എഴുതുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആശ്വസിക്കുവാൻ ദൈവവചനമുണ്ട്. ആ ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആരും അറിയാത്ത ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും. ഇത് ധ്യാനിക്കുന്നവർക്ക്, അതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ പോരാ, ദൈവവചനം ധ്യാനിക്കണം. ആ ധ്യാനിക്കുന്നതിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും നിത്യജീവനിലേക്ക് നടത്തുന്ന സഹായങ്ങൾ ചെയ്തു തരികയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അടുത്ത വാക്യം നമുക്ക് പോയി. ഇവിടെ നോക്കുക, സങ്കീർത്തനക്കാരൻ പറയാണ്, എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. സങ്കീർത്തനക്കാരൻ പോയ വഴി അത്ര ശരിയല്ല, അതുകൊണ്ടാണ് ഈ പൊടിയിലേക്ക് പറ്റിപ്പോയത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, എന്റെ വഴികളെ ഞാൻ വിവരിച്ചു. കർത്താവിനോട് വിവരിച്ചപ്പോൾ കർത്താവ് എനിക്കത് ചെയ്തു, ഉത്തരമരുളി. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയാണ്, നിന്റെ ചട്ടങ്ങളെ അല്ലെങ്കിൽ നിന്റെ വചനത്തെ എനിക്ക് ഉപദേശിച്ചു തരണമേ. എൻ്റെ വഴികൾ ശരിയല്ല, അതെനിക്കറിയാം. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പോയ വഴികളൊന്നും ശരിയല്ലായിരുന്നു എന്ന്
സങ്കീർത്തനക്കാരനൊരു ബോധ്യമുണ്ടാകും. കാരണം സങ്കീർത്തനക്കാരൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഉണ്ടായിപ്പോയ ഒരു താഴ്ചയായിരിക്കാം ഇത്. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അകപ്പെടാറുണ്ട്. മുന്നോട്ട് വെച്ച് പോയ വഴി അല്ലെങ്കിൽ മുമ്പോട്ട് വെച്ച കാല് എവിടെയോ തകർന്നുപോയി, അല്ലെങ്കിൽ എവിടെയോ അടുത്ത ചുവട് വെക്കുവാൻ തക്കവണ്ണം കഴിയാതെ നിൽക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യും? ആ വഴി നമ്മൾ തിരഞ്ഞെടുത്തത് അബദ്ധമായോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം എന്താണ്? ദൈവത്തിന്റെ വഴിയല്ല നമ്മൾ തിരഞ്ഞെടുത്തത്. എന്നാൽ ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ അടുത്ത ചുവട് വെക്കുവാൻ തക്കവണ്ണം ഒരു വഴിയുണ്ട്. എന്നാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് അടുത്ത ചുവട് വെക്കുവാൻ തക്കവണ്ണം കഴിയാത്ത അവസ്ഥ നേരിടും. അത് ആത്മീയരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലോകവും ആത്മീയതയും കൂടെ ഒരുമിച്ച് ഇരട്ടമുഖങ്ങളായി പോകുന്നവർക്ക് അത് ഒരു പ്രശ്നമല്ല. എന്നാൽ ദൈവസന്നിധിയിൽ ദൈവവചനപ്രകാരം മാത്രം ജീവിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ ഈ സങ്കീർത്തനക്കാരൻ്റെ എന്തോ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവനുണ്ടായ എന്തോ ഒരു താഴ്ചയിൽ അവന്റെ വഴി അവിടെ മുടങ്ങി. അത് മുടങ്ങിയപ്പോൾ എൻ്റെ വഴികളെ, ആ വഴിയിൽ നിന്ന് കർത്താവേ, ഞാൻ ഇവിടെ അകപ്പെട്ടുപോയി, എന്നെ ഒന്ന് രക്ഷിക്കണമേ. ഒരു കൂരിരുട്ടിൽ, ഒരു വനാന്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനെ പോലെ ഇനി വഴി എന്താണ്, ഇനി രക്ഷപ്പെടാൻ എനിക്കെന്താണ് എന്ന് ദൈവത്തോടെ നിലവിളിക്കുമ്പോൾ ദൈവം പറയുന്ന ഉത്തരമാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നത്. എൻ്റെ വഴികളെ ഞാൻ അറിയിച്ചു. വഴി നല്ല വഴിയായിരുന്നു, പോയി എന്ത് ചെയ്തു? കാട്ടിൻ്റെ അകത്ത് ആയിപ്പോയി, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പ്രദേശത്തായിപ്പോയി. പുറത്തേക്ക് കടക്കുവാൻ വഴിയില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും വഴികൾ തീർന്നു പോകുന്ന അവസ്ഥ. ആ അസന്നിഗ്ധമായ ഘട്ടത്തിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, നീ എനിക്ക് എന്ത് ചെയ്യണം? ഉത്തരം അരുളണം. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. നമ്മുടെ വഴികൾ പലതും ലോകത്തോട് ചേർന്ന് നിൽക്കുന്ന വഴികളാണ്. എന്നാൽ ദൈവത്തിന്റെ വഴികൾ ലോകത്തിൽ നിന്ന് വിട്ടു നടക്കുന്നതാണ്, ലോകത്തിൽ നിന്ന് അത് മാറി നടക്കുന്നതാണ്. അപ്പോൾ നാം അങ്ങനെ പോകുമ്പോൾ, ലോകത്തിന്റെ വഴിയെ ഒരു ആത്മീകൻ പോകുമ്പോൾ, ലോകത്തിന്റെ വഴിയെ ലോകക്കാർക്ക് പോകാം, പക്ഷേ ആത്മീകൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ വലിയ അപകടത്തിൽ എത്തുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ വഴികൾ എന്ന് പറയുന്നത് സങ്കീർത്തനക്കാരന്റെ ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ്. അവൻ ആ പ്രയാസഘട്ടങ്ങളിൽ അവൻ എന്ത് ചെയ്തു? തോന്നുന്ന ആ വഴികളിലൊക്കെ കയറി അവനെ പോയി. ബുദ്ധിമുട്ട് വന്നപ്പോൾ കണ്ട വഴിയൊക്കെ എന്ത് ചെയ്തു? അവനങ്ങ് പോയി. സങ്കടം വന്നപ്പോൾ അടുത്ത കൂട്ടുകാർ പറഞ്ഞു, നമുക്ക് ഇതുവഴി ഇന്ന പോലെ സഞ്ചരിച്ചാൽ നമ്മുടെ സങ്കടമൊക്കെ ഒന്ന് മാറും, അപ്പോൾ ആ വഴി പോയേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ അവസാനം സങ്കീർത്തനക്കാരൻ ചെന്നെത്തിയത്, പ്രലോഭനങ്ങൾ കൊണ്ട് ആളുകൾ അവനെ കൂട്ടിക്കൊണ്ടുപോയത് അവന്റെ അപകടകരമായ വഴിയിലാണ്. ആ വഴിയുടെ അവസാനം നിന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ വഴി ഇതായിരുന്നു, ഇനിയും അങ്ങയുടെ വഴി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടുവാൻ തക്കോണം കഴിയുകയുള്ളൂ. എൻ്റെ വഴികളൊക്കെ പാപത്തിൻ്റെ വഴികളാണ്. അപ്പോൾ കർത്താവിൻ്റെ ഉത്തരം, നീ ആ വഴികളെല്ലാം ഉപേക്ഷിച്ച് ഇനിയും വന്ന വഴിയെ തന്നെ പോകാം എന്ന് ചിന്തിച്ച്, വന്ന വഴിയെ പോയാൽ തിരികെ നടന്നാൽ സുരക്ഷിതമാകുന്ന ആ സ്ഥലത്ത് നീ എത്തിച്ചേരാം എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, അങ്ങനെ നീ ചിന്തിക്കേണ്ട. നിന്റെ ആ വഴികളെല്ലാം ഉപേക്ഷിക്കുക, വന്ന വഴികളെല്ലാം മറക്കുക. അതെല്ലാം മറന്നിട്ട് ഞാൻ നിനക്ക് ഉത്തരമരുളാം, ആ വഴിയെ നീ എന്ത് ചെയ്യണം? പോകണം എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന വഴികളിൽ കൂടെ എന്ത് ചെയ്യണം? ഓരോ ദൈവ പൈതലും പോകണം. അത് ഈ ലോകത്തിന്റെ വഴിയല്ല. ലോകത്തിന്റെ വഴിയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് അപകടങ്ങളുണ്ട്. അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരിക അപകടങ്ങളല്ല, നമ്മുടെ ആത്മീക അപകടങ്ങൾ. നമ്മൾ ആത്മീയതയിൽ നിന്ന് തെറ്റിപ്പോകുന്നതാണ് ലോകത്തിന്റെ വഴികൾ. അങ്ങനെ എവിടെയോ വഴികളിൽ കൂടെ സങ്കീർത്തനക്കാരൻ ആരാണെന്ന് നമുക്കറിയത്തില്ല. ദാവീദാണെന്ന് പറയുന്ന ഒരുപാട് ആൾ ആരും ആയിക്കോട്ടെ, സങ്കീർത്തനക്കാരൻ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലെത്തി. അങ്ങനെ സങ്കീർത്തനക്കാരൻ അവിടെ എന്ന് പറയാണ്, കർത്താവേ, എന്നെ രക്ഷിക്കണം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ നടന്നു വന്ന വഴിയൊന്നും അല്ലായിരുന്നു ഇത്. എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഈ കാടിന്റെ നടുവിൽ നിൽക്കുകയാണ്. കർത്താവെ, അങ്ങനെ ഒന്ന് രക്ഷിക്കണമേ, അങ്ങയുടെ വഴിയൊന്ന് എനിക്ക് പറഞ്ഞു തരണമേ എന്ന് പറയുന്ന സങ്കീർത്തനക്കാരനെയാണ് ഇവിടെ പറയുന്നത്. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ വഴികളെ, ഇനിയും നിന്റെ ഉപദേശം അനുസരിച്ച് എനിക്ക് പോകുവാൻ കഴിയുകയുള്ളൂ, അങ്ങനെ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്നാണ്
സങ്കീർത്തനക്കാരനോട് പറയും. നമ്മൾ വന്ന് നോക്കുക, നമ്മുടെ ജീവിതത്തിന്റെ പല തിരഞ്ഞെടുപ്പുകളും പല വഴികളും പല കൂട്ടുകെട്ടുകളും പല ചോയ്സുകളും ഒക്കെ നമ്മൾ എടുത്തപ്പോൾ പിന്നീട് തെറ്റായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായി. കാരണം എന്താണ്? നമ്മുടെ ഈ ലോകത്തിന്റെ കണ്ണുകൊണ്ടാണ് നമ്മൾ കണ്ടത്. എന്നാൽ ആത്മീയമായ തെരഞ്ഞെടുപ്പുകൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാം എങ്കിലും അതിൻ്റെ അന്ത്യം അല്ലെങ്കിൽ ആ വഴി ചെന്നെത്തുന്നത് മനോഹരമായി. നമുക്കറിയാം, നമ്മൾ കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കും, നല്ല കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കും. അവസാനമായി അറിയുന്നത് ഇത്രയും നാളും എന്ത് ചെയ്യും? ഇവർ നമ്മളെ പറ്റിച്ചൊരു പരുവമാക്കുകയാണ്. എന്നാൽ ആത്മീയ തെരഞ്ഞെടുപ്പുകൾ, ഒരാളെ ദൈവം കാണിച്ചിട്ട് അവരുമായിട്ട് കൂട്ടുകൂടിക്കൊള്ളാൻ പറയുമ്പം അവൻ നമ്മളെ കണ്ടാൽ പോലും മിണ്ടാത്തവനും മൈലാത്തവനുമായിരിക്കും. പക്ഷേ അവനോട് സംസാരിക്കുമ്പോൾ, അവനോട് ദൈവം ഇടപെടുമ്പോൾ നമുക്ക് രണ്ടു കൂട്ടർക്കും അത് ഏറ്റവും അനുഗ്രഹമാകുന്ന രീതിയിലേക്ക് ദൈവം നടത്തും. മാത്രമല്ല, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവനെ ഒന്ന് കൂട്ടിച്ചേർക്കുവാൻ കൂടി ഒരു അവസരം ദൈവം ഒരുക്കി തരുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയും തെരഞ്ഞെടുപ്പുകളുമൊക്കെ ദൈവികമായിരിക്കണം എന്ന് സങ്കീർത്തനക്കാരനെ ഉപയോഗിക്കുകയാണ്. അതിൻ്റെ അടുത്ത വാക്യം നിന്റെ പ്രമാണങ്ങളുടെ വഴി, അതായത് നിന്റെ വചനത്തിന്റെ വഴി കർത്താവെ എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ, എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ കാണും. ദൈവത്തിന്റെ പ്രമാണം, ആ പ്രമാണത്തിലുള്ള വഴിയുണ്ട്. ഈ ദൈവവചനം ഇങ്ങനെ തുടർന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരൻ നോക്കുമ്പോൾ കുറച്ച് വാക്യം, കുറച്ച് അധ്യായം, സങ്കീർത്തനം, സദൃശവാക്യം, അതൊക്കെയാണല്ലോ ഉൽപ്പത്തി, പിന്നെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അവിടെ കഴിഞ്ഞു. ഇതൊക്കെയാണ് ഒരു സാധാരണക്കാരൻ കാണും. എന്നാൽ ആത്മീയൻ ഇത് തുറന്നു വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആത്മീയൻ നടന്നു പോകേണ്ട ചുവടുകളെ, അവന്റെ വഴികളെ, അരുതായ്മകളെ, അതിൻ്റെ നിഷേധങ്ങളെയൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ദൈവവചനത്തിൽ ഒരാത്മീയന് കാണുവാൻ തക്കോണം കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. വചനം നമ്മളെ നടത്തുന്ന ചില വഴികളുണ്ട്. അത് ചിലപ്പോൾ ദുഷ്കരമാണ് എന്ന് തോന്നും, ഈ ലോകത്തിൽ അപഹാസ്യമായിരിക്കും, ഈ ലോകത്തിൽ നമ്മളെ ആളുകൾ കളിയാക്കുന്ന വഴിയായിരിക്കാം. എന്നാലും എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വഴിയെ നാം നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാനായി സാധിക്കും. നമുക്കറിയാം, നമ്മൾക്ക് പുറമേ കാണുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, അല്ലേ? ചെങ്കടൽ പിളർന്നതും, പാറയെ മധുരമാക്കിയതും, വെള്ളത്തെ മധുരമാക്കിയതും, നീരുറവകളെ തുറന്നു കൊടുത്തതുമൊക്കെ അത്ഭുതങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. രോഗികളെ സൗഖ്യമാക്കിയതും ദൈവദാസന്മാരെ നടത്തിയ അത്ഭുതങ്ങളൊക്കെ നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇത് പുറമേ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ദൈവവചനത്തിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭക്തന്മാരെ നടത്തിയ സൂക്ഷ്മമായ വഴികൾ അതൊരത്ഭുതമായി പലപ്പോഴും നമുക്ക് അനുഭവപ്പെടത്തില്ലെങ്കിലും അത് വലിയ അത്ഭുതമായി അത് സൂക്ഷ്മ പരിശോധന ചെയ്യുന്ന ഒരാൾക്ക്, അത് ഗ്രഹിക്കുന്ന ഒരാൾക്ക്, പുറമേയുള്ള വായന കൊണ്ടല്ല, ഗ്രഹിക്കുന്ന വായന ഉള്ള ഒരാൾക്ക്, അതിനെ ധ്യാനിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കാണുവാനായി സാധിക്കും. മാത്രമല്ല, ഓരോ ദൈവ പൈതലിനെയും, മാത്രമല്ല നമ്മളെയും ദൈവം നടത്തിയ വഴികളും, ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ ഭക്തന്മാർക്ക് എങ്ങനെ വെളിപ്പെടുന്നു, എങ്ങനെ പ്രയോജനപ്പെടുന്നു, എങ്ങനെ അത് ആശ്വസിപ്പിക്കുന്നു, എങ്ങനെ കൂടെ നടക്കുന്നു, എങ്ങനെ അത് നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ള അത്ഭുതം നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായി സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം നാം കണ്ണുകളെ തുറക്കണം. ദൈവവചനം നാം എപ്പോഴും വായിക്കണം, അത് ധ്യാനിക്കണം. ദൈവവചനത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ, അതിൻ്റെ അത്ഭുതങ്ങളെ എന്ത് ചെയ്യണം? ഓരോ ദൈവ പൈതലും എപ്പോഴും ധ്യാനിക്കണം. ദൈവവചനം ഈ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു അധ്യായം എടുത്ത് വായിക്കാൻ, അതിനെ ധ്യാനിക്കാൻ കഴിവുള്ളവരുണ്ട്. എന്നാൽ നമുക്ക് ഒന്നിനും കഴിയുന്നില്ലെങ്കിൽ ഒരു വാക്യം ആദ്യമെടുത്ത്, കർത്താവേ ഈ വാക്യം എന്നോട് സംസാരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ദൈവവചനം വായിക്കും. കഴിവതും ദൈവവചനം വായിച്ചിട്ട്, അതായത് നമ്മൾ സമയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെയാണ് പറയുന്നത്. സമയമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി ദൈവവചനം ധ്യാനിക്കണം. ദൈവവചനം ധ്യാനിച്ചിട്ട് നാം എന്ത് ചെയ്യണം? ആ ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥനയായി വരേണ്ടത്. നമ്മുടെ നോർമൽ പ്രാർത്ഥനകളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ ദൈവവചനം നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെന്നില്ല, ഇതൊന്നും മനസ്സിലാകണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്യണം? നാം കർത്താവേ ഇതെനിക്ക് അത് നമ്മൾക്കത്
ലഭ്യമായില്ലെങ്കിൽ, ചിലർക്കത് ലഭ്യമാകും, ചിലർക്ക് ചില അറിവുകൾ ലഭ്യമാകും, എന്നാൽ എല്ലാവർക്കും അത് ലഭ്യമായില്ലെങ്കിൽ നമ്മൾ ആ വചനം കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് നിങ്ങളത് വായിച്ചിട്ട് അന്ന് പ്രാർത്ഥിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് അടുത്ത ദിവസങ്ങളിൽ ഒരു ദൈവദാസനിൽ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ഏതെങ്കിലും പ്രഭാഷണത്തിൽ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തിൽ കൂടിയോ നിങ്ങൾക്ക് ആ വചനത്തിൽ നിന്ന് ഒരു പ്രകാശനം ദൈവം തരും. അത് എന്ത് ചെയ്യണം? നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ നടത്തുന്ന വഴികളെ, നമ്മുടെ അത്ഭുതങ്ങളെയൊക്കെ ദൈവം അതിൽ കൂടെ നമ്മൾക്ക് ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ട് തരും. നമുക്കറിയാം ദൈവവചനം ഇന്നും എന്ത് ചെയ്തില്ല, അതിൻ്റെ ഒരു നല്ല ശതമാനവും ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ദൈവദാസന്മാരുടെ നിരന്തര ധ്യാനവും അവരുടെ പ്രാർത്ഥനയും കൊണ്ട് ഓരോ ദിവസവും പുതിയ ചിന്തകൾ, പുതിയ ധ്യാനങ്ങൾ, പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മാർമികമായ കാര്യങ്ങളൊക്കെ ദിനംതോറും ദൈവദാസന്മാരിൽ കൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകർ അങ്ങനെ ധ്യാനിച്ചതിൻ്റെ ഒരു ഉത്തരമാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ പ്രകാശനമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഇന്ന് നമ്മൾക്ക് ഒരു കേൾവിയില്ലെങ്കിലോ ഒരു കാഴ്ചയില്ലെങ്കിലോ നമ്മൾക്ക് ഈ ദൈവവചനം മനസ്സിലാകാത്ത ഘട്ടങ്ങൾ പലപ്പോഴുമുണ്ട്. അങ്ങനെയാകരുത്. ദൈവവചനം ധ്യാനിക്കണം, അത് ചെയ്യണം, വായിക്കണം, മാത്രമല്ല അത് ചെയ്യണം, സംസാരിക്കേണ്ടതും വളരെ ആവശ്യമാണ്. ദൈവവചനം ധ്യാനിച്ചെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യും? ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ നിറയുമ്പോഴാണ്, നിറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കത് ഒരാളോട് പറയാതിരിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നമ്മൾ എന്ത് ചെയ്യണം? അടുത്തവരുടെ സംസാരിക്കണം. ദൈവമക്കളോട് നാം എന്ത് ചെയ്യണം? ദൈവവചനം ഷെയർ ചെയ്യണം. അത് ആലയത്തിൽ കടന്നു വന്നൊരു മെസ്സേജായി ചെയ്യുവാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്യണം. അതിനൊക്കെ നമുക്കെന്തുണ്ട്? ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. നല്ല ചിന്തകളെ, നല്ല പ്രകാശനങ്ങളെ നാം ദൈവസഭയിൽ, നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ, നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങളുടെ ഇടയിലൊക്കെ നമുക്ക് സംസാരിക്കുവാൻ തക്കവണ്ണം കഴിയുന്നെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അതിനെന്ത് ചെയ്യണം? നമ്മൾ അതിനു വേണ്ടി തയ്യാറാകണം. അപ്പോൾ നമുക്കെന്തുണ്ട്? ഒരുപാട് സമയം എടുക്കുന്നെങ്കിൽ നേരത്തെ ഒന്ന് പറയണമെന്ന് മാത്രമേ നമുക്കൊരു ഇതുള്ളൂ. അതിനു മുമ്പ് അതല്ലാതെ നമുക്ക് ചെറിയ സമയങ്ങൾ എടുക്കുന്നതിൽ ആർക്കും ഇവിടെ തടസ്സമില്ല എന്ന് പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സാവകാശം. ഒരുപാട് പേര് മുൻകാലങ്ങളിൽ അത് ചെയ്തിരുന്നു. തുറന്നും ദൈവസഭകളിൽ അങ്ങനെ ചെയ്യണം. അതാണ് നാം എന്ത് ചെയ്യണം? ദൈവവചനം ധ്യാനിക്കണം. അപ്പോൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തുറന്ന് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ നാവിനെ ദൈവവചനത്തിൻ്റെ നമുക്ക് കിട്ടിയ ഒരു പ്രകാശനത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? അത് സഭയിലും മറ്റുള്ളവരോടും പറയണം. ദൈവിക ധ്യാനത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ, ചെറിയ അറിവുള്ളവരുണ്ട്, ചെറിയ അറിവ് ലഭ്യമാകുന്നവരുണ്ട്, അപ്പോൾ തന്നെ വലിയ അറിവുകൾ ലഭ്യമാകും. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ എന്ത് ചെയ്യണം? ഞാൻ ധ്യാനിക്കും. അത്ഭുതങ്ങളെ ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം കൂടുതൽ പ്രകാശനം നൽകും. ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യണം? നാം പകരാം. അതിനുവേണ്ടി നാം തയ്യാറാണ്. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചു. എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. സങ്കീർത്തനക്കാരൻ വലിയ പ്രതിസന്ധിയിലാണ്. എന്താണ് നമുക്കറിയുന്നില്ല. വിഷാദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു വിഷാദ രോഗിയെ പോലെ സങ്കീർത്തനക്കാരനായിരിക്കും. ആത്മീകൻ ഒരിക്കലും ഒരു വിഷാദ രോഗിയാകുകയില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഒരാത്മീകനും ഒരു വിഷാദ രോഗത്തിന് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ എന്ത് ചെയ്തില്ല, അടിമയാകുന്നില്ല. ആ വിഷാദത്തിലേക്ക് ഇറങ്ങിപ്പോകുവാൻ തക്കവണ്ണം സങ്കീർത്തനക്കാരനിടയായത് അവൻ ആത്മീയതയിൽ നിന്ന് ചില ചുവടുകൾ പിൻപോട്ട് വെച്ചു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്, എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. അവൻ്റെ ആത്മാവ് വിഷാദ ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു. നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. വചനം കൊണ്ട് മാത്രമേ ഈ ആത്മീയന്റെ വിഷാദ രോഗങ്ങൾക്ക് പരിഹാരം ദൈവത്തിന്റെ വചനമാണ്. അതാണ് മരുന്ന്. ആ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഇടപെട്ട് നമ്മുടെ വിഷാദ രോഗത്തിന് അല്ലെങ്കിൽ നമ്മുടെ വിഷാദ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരമുണ്ടാക്കും. ഹൃദയഭാരം മാരകമായ ഒരു പ്രതിസന്ധിയാണ്. അപ്പൊ ഹൃദയഭാരം, ഹൃദയത്തിൽ ഒരു വലിയ കല്ല് കയറ്റി വെച്ചിരിക്കുന്നത് പോലെയുള്ള ഭാരവും പ്രയാസവും നമുക്ക് അനുഭവപ്പെടുന്ന ഘട്ടങ്ങളിൽ, അതൊരു പക്ഷെ ഒരു നിമിഷമാകാം, അല്ലെങ്കിൽ ഒരു മണിക്കൂറാകാം, ഒരു ദിവസമാകാം. അങ്ങനെ നമ്മൾക്കുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥനയോടെ ദൈവവചനം
ധ്യാനിക്കണം, അല്ലെങ്കിൽ വിഷാദത്തിന് കാരണമായ പ്രശ്നത്തെ ദൈവം മാറ്റുകയോ അതിനെ നിസാരവൽക്കരിച്ച് നമ്മൾക്ക് അവതരിപ്പിക്കുകയോ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നാം തയ്യാറാകണം. വിഷാദ രോഗം കൊണ്ട്, സങ്കടം കൊണ്ട് നാം എന്ത് ചെയ്യും? നമ്മൾ ആൾക്കാർ ഈ പ്രശ്നമൊക്കെ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ നമ്മളിരുന്ന് അവർ കുറച്ചു നേരം കരഞ്ഞോട്ടെ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? കുറച്ചു നേരം കരയട്ടെ, അവരുടെ സങ്കടമൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് പറയാറുണ്ട്. സങ്കടങ്ങൾ കൊണ്ട് നമ്മൾക്കൊരു ആശ്വാസം, നമ്മുടെ ഹൃദയം ഒന്ന് ഉരുകുന്നത് നല്ലതാണെങ്കിലും അത് ശാശ്വതമായ പരിഹാരമല്ല. സങ്കടം വന്ന് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സങ്കടം അവിടെ നിൽക്കുക. നമ്മുടെ ആ ഭാരത്തിനൊരു ചെറിയ കുറവുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഭാരമായി എന്ത് ചെയ്യുന്നു? അവിടെ നിൽക്കും. എന്നാൽ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് നാം എത്തുമ്പോൾ നമ്മുടെ ഭാരം ആ ഒരു തൂവൽ പോലെ ദൈവം എടുത്തു മാറും. നമുക്കറിയാം ഹന്ന അവളുടെ പ്രതിയോഗിയായ പെനീനയുടെ അവളുടെ കുത്തുവാക്കുകൾ കൊണ്ടും അവൾക്ക് നേരെ അവൾ ഉതിർക്കുന്ന ഒളിയമ്പുകൾ കൊണ്ടും ഹന്ന വലിയ പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രതിസന്ധിയിലാണ് അവൾ ദൈവാലയത്തിലേക്ക് കടന്നു ചെന്ന് തന്റെ സങ്കടം പകരുന്നത്. അവിടെ സങ്കടം കേൾക്കുവാൻ തക്കവണ്ണം ദൈവവും അവളും മാത്രമേ ഉള്ളായിരുന്നു. പുരോഹിതൻ വരെ അവളെ തെറ്റിദ്ധരിച്ചു. എന്നാൽ അവൾക്ക് കിട്ടിയ സങ്കടത്തിന് ഉത്തരം ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ എന്ന ശമൂവേലിനെയാണ് അവൾക്ക് ഉത്തരം. അപ്പോൾ ഭാരത്തിനു ഉത്തരം ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ്. ഹന്നയ്ക്ക് അവൾക്ക് നേരിട്ട പ്രതിസന്ധിയുടെ ഉത്തരം ശമൂവേൽ എന്ന പ്രവാചകനെയാണ്. നോക്കുക, ഏറ്റവും ഉദാത്തമായ, ഏറ്റവും അത്യുത്തമമായ ഉത്തരം, ആ ഭാരം മാറ്റുന്ന ഉത്തരമാണ് നമ്മൾക്ക് ലഭ്യമാകുന്നത്. ഈ ലോകപരമായി ഹന്ന ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ, എങ്ങനെയെങ്കിലും ആ പെനീനെ അവിടെ നിന്ന് ഓടിപ്പിക്കുക, അല്ലെങ്കിൽ അവളുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഹന്നയ്ക്ക് തന്നെ ആ വീട് വിട്ടു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. കൂട്ടുചേർന്ന് ഹന്നയ്ക്കെതിരെ പ്രവർത്തിച്ചാൽ ഹന്നയ്ക്ക് അവിടെ നിലനിൽപ്പിന്റെ സാധ്യതകൾ ഉണ്ടാകുകയില്ലായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ ഇത് ചെയ്തു, ഹന്ന ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു. അവിടെ ദൈവത്തോട് അവളുടെ ഹൃദയം പകർന്നതുകൊണ്ടാണ് ശമൂവേൽ എന്ന മനോഹരമായ ഒരു ഉത്തരം ഹന്നയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ വരണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. നമുക്ക് തീർച്ചയായും അതിൻ്റെ ഉത്തരം ലഭിക്കും. അടുത്ത വാക്യം നമുക്ക് പെട്ടെന്ന് വായിക്കാം. 29-ാം വാക്യം നോക്കുക. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഭോഷ്കിന്റെ വഴി അല്ലെങ്കിൽ നുണയുടെ വഴി എന്നോട് അകറ്റണമേ, നിന്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. ഭോഷ്കിന്റെ വഴിയിൽ സങ്കീർത്തനക്കാരൻ അകപ്പെട്ടു. അപ്പൊ സങ്കീർത്തനക്കാരൻ അകപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ 8 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. ഭോഷ്കിന്റെ ആരോ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഭോഷ്കിന്റെ വഴിയിലേക്ക് അവനെ നടത്തി. സങ്കീർത്തനക്കാരൻ പറയാണ്, എന്നെ ഈ ഭോഷ്കിന്റെ അല്ലെങ്കിൽ എൻ്റെ ഈ ഭോഷ്ക് പറഞ്ഞ് കള്ളം പറഞ്ഞ് എന്നെ ഇങ്ങനെ ആക്കിയ ഈ വഴിയിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റണമേ. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, ഭോഷ്ക് പലർക്കും ഒരു വിനോദമാണ്. ഭോഷ്ക് പറയുക അല്ലെങ്കിൽ കള്ളം പറയുക എന്ന് പറയുന്നത് പലർക്കും ഒരു വിനോദമാണ്. ചിലരെന്ത് കുറഞ്ഞത് ഒരു കാര്യമെങ്കിലും കള്ളം പറയാതെ ജീവിക്കുവാൻ പറ്റാത്ത ആളുകളുണ്ട്. നിരന്തരമായി കള്ളം പറയുക, മറ്റുള്ളവരെ കബളിപ്പിക്കുക, മറ്റുള്ളവരെ കുഴിയിൽ വീഴ്ത്തുക, അവരുടെ ആ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന കള്ളം പറയുക, ഇങ്ങനെ ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഭോഷ്കിൽ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അവരെ തന്നെ അവർ ദുരുപയോഗം ചെയ്യുകയാണ്. മാത്രമല്ല മറ്റുള്ളവരെ കൂടെ എന്ത് ചെയ്യുന്നു? ആ ദുരുപയോഗത്തിൽ വീഴുന്നു. എന്നിട്ട് പോയവനും ചേർന്നവനും വന്നവനും എല്ലാം എന്ത് ചെയ്യുന്നു? ഒരുപാട് അഗാധമായ വീഴ്ചയിലേക്ക്, അഗാധമായ താഴ്ചയിലേക്ക് പോകുന്ന ഒരവസ്ഥ നമ്മൾക്ക് കാണുവാനായി സാധിക്കും. അപ്പോൾ ശക്തമായ വീഴ്ചയുണ്ടാകും ഭോഷ്കിന്റെ പാതയിൽ നടന്നാൽ. നമുക്ക് ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. ദൈവമക്കളല്ലാത്തവരെ എല്ലാം ദൈവം കാണുന്നത് പിശാചിന്റെ മക്കളാണ്. ആ പിശാചിന്റെ മക്കൾ എന്ത് ചെയ്യുന്നു? ഭോഷ്ക് പറയുന്നു. ആ പിശാച് എന്താണ്?
അവൻ ഫോഷ്ക് പറയുമ്പോൾ സത്യത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. അപ്പോൾ ഫോഷ്ക് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതൊക്കെ സത്യമാണ് എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിലാണ് ഇവർ കള്ളം പറയുന്നത്. അതിന്റെ വാക്ക് അവസാനം പറയുന്നു, ഫോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. അപ്പൊ പിശാചിനെ വിളിക്കുന്നത് എന്താണ്? അവൻ ഫോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണെന്നാ പറയുന്നത്. അപ്പൊ ഫോഷ്കിന്റെ അപ്പൻ ആര്? ഈ പിശാച്. അപ്പോൾ ആ ഫോഷ്ക് പറയുന്ന നമ്മൾ ആ പാത തുടർന്നാൽ, ആ ഫോഷ്ക് പറയുന്ന പ്രവണത നമ്മളിലേക്ക് കടന്നു വന്നാൽ നമ്മൾ ആരാണ്? പിശാചിന്റെ മക്കളാണ്, ദൈവമക്കളല്ല എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 21 അധ്യായം 8 വാക്യത്തിൽ പറയുന്നു, ഫോഷ്ക് പറയുന്ന ഏവർക്കും ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. കുറച്ചു പേരവിടെ പറയുന്നുണ്ട്. ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ. അവസാനം പറയാണ് ഫോഷ്ക് പറയുന്ന. അപ്പോൾ ഫോഷ്ക് പറയുന്നത് വലിയ രസമായിട്ടും നമുക്കിതൊരു വലിയ പാപമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല എങ്കിലും ഫോഷ്ക് അവരുടെ അവസാനം എന്താണ്? തീയും കത്തുന്ന പൊയ്കയുമത്രേ. തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയുമത്രേ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നാം പോകരുത്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ആ പാത നടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കൂടെ നടക്കുന്നവരും അങ്ങനെയുള്ളവരുടെ കൂടെ നടക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിലാകുവാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലാകുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയണം. സങ്കീർത്തനക്കാരനെ കൂട്ടിക്കൊണ്ടുപോയ പ്രതിസന്ധിയുടെ പ്രശ്നം അവനെ വശീകരിച്ച ചില ആളുകളാണ്. അവരുടെ കൂടെ നടക്കുവാൻ തക്കവണ്ണം എനിക്ക് ഇടയാക്കരുതേ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമുക്ക് സമയം പോലെ പെട്ടെന്ന് അടുത്ത 2 വാക്കുകൾ തുടങ്ങും. വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ വിധികളെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. വിശ്വസ്തതയുടെ മാർഗം നാം തിരഞ്ഞെടുക്കണം. നമ്മുടെ തിരഞ്ഞെടുപ്പ്, നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾ വിശ്വസ്തതയുടെ മാർഗമാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ പലപ്പോഴും പല ആളുകളും ആ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ വിശ്വസ്തരാകുവാൻ തക്കവണ്ണം രക്ഷിക്കപ്പെട്ട കർത്താവിനെ വിശ്വസിച്ച് വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയിലല്ല പലരും നിൽക്കുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു, വിശ്വസ്തതയുടെ മാർഗത്തിലേക്ക് ഞാൻ വരണം, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്, അതുകൊണ്ട് ചെയ്യണം, എൻ്റെ ആ മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ വിധികളെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വിധികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ദൈവവചനം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന മാർഗം വിശ്വസ്തതയുടെ ആയിരിക്കും. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ദൈവത്തിന്റെ വചനം ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവവചനത്തിലെ അതിലെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗവും നമ്മൾ പോകുന്ന മാർഗവും വിശ്വസ്തതയുടെ മാർഗമാണ് എന്നുള്ളതാണ്. അപ്പോൾ വിശ്വസ്തനായ നമ്മുടെ കർത്താവിൻ്റെ ആ മാർഗത്തിൽ നാം നടക്കുന്നു എങ്കിൽ അതിൻ്റെ അവസാനം നിത്യതയാണ്. വിളിച്ചവൻ ആ വിശ്വസ്തതയിലേക്ക് നമ്മളെ നടത്തുന്നവൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ നടത്തുന്നവൻ്റെ കൂടെ നമ്മൾക്ക് എന്നേക്കും വസിക്കുവാൻ കഴിയും. എന്നാൽ വിശ്വസ്തതയുടെ മാർഗം വിട്ട് നമ്മൾ മാറിപ്പോയാൽ നമ്മുടെ അവസാനം ഈ ഭോഷ്ക് പറയുന്നവരുടെയും ക്ഷുദ്രക്കാരുടെയും ദുർനടപ്പുകാരുടെയും അവസാനമായ കത്തുന്ന തീയും ഗന്ധകവുമുള്ള ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ പോകും. അതിന് നാം എന്ത് ഇടയാകരുത് എന്ന് ഓർപ്പിക്കണം. എൻ്റെ അവസാന വാക്കുകൾ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു, യഹോവേ എന്നെ ലജ്ജിപ്പിക്കരുത്. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട്, അതായത് ദൈവവചനത്തോട് പറ്റിയിരിക്കുന്നു. ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങൾ, വിധികൾ, ഇതെല്ലാം വചനത്തെയാണ് പറയുന്നത്. ഞാൻ നിന്റെ വചനത്തോട് പറ്റിയിരിക്കുന്നു, യഹോവേ എന്നെ ലജ്ജിപ്പിക്കരുത്. കർത്താവേ, ഇത്രയും നടന്നു വന്ന എൻ്റെ പാത തെറ്റായിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ ഒന്നുകൂടെ ഊന്നിപ്പറയാണ്. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്കത് സാധിക്കാതെ പോയി. എന്നാൽ ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നു, നിന്റെ സാക്ഷ്യങ്ങളോട്, നിന്റെ വചനത്തോട് ഞാൻ പറ്റിയിരിക്കുന്നു. ഇനിയും എന്നെ എന്ത് ചെയ്യരുത്? ലജ്ജിപ്പിക്കരുതേ കർത്താവേ.
നമുക്കും ഒരു തീരുമാനം ഈ പകൽക്കാലം എടുക്കാം. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പോയ വഴികളൊക്കെ പലതും തെറ്റായിരുന്നു. എന്നാൽ അങ്ങയുടെ വചനത്തോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഇനിയും എനിക്ക് ലജ്ജിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തരുത് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ. ഒരു വിശാല ഹൃദയം ഓരോ ദൈവ പൈതലിനും ഉണ്ടാകും. വിശാല ഹൃദയമുള്ളവർക്ക് ദൈവത്തിൻ്റെ വഴികളിൽ ഓടുവാനായി സാധിക്കുകയുള്ളൂ. വിശാല ഹൃദയം ഉള്ളവർക്ക് മുമ്പോട്ട് കർത്താവിൽ പോകുവാനായി സാധിക്കുള്ളൂ. ഇടുങ്ങിയ മനസ്സുള്ളവർക്ക് അവർ വചനത്തിൽ നടന്നു പോകുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നിങ്ങൾ ഇടുങ്ങിയ മനസ്സുള്ളവരാണോ വിശാല മനസ്സുള്ളവരാണോ? ഇടുങ്ങിയ മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങൾ പോകുന്നത് കർത്താവിൻ്റെ വഴിയിലല്ല. മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ കരുതുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ദൈവവചനം ധ്യാനിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പോകുന്നത് ദൈവത്തിൻ്റെ വഴിയിലല്ല എന്ന് ദൈവം നമ്മളോട് പറയുന്നു. ദൈവത്തിൻ്റെ വഴിയിൽ ഒരു വിശാല ഹൃദയം വേണം. ഹൃദയം വിശാലമാകുക എന്നുണ്ടെങ്കിൽ അതിന് വലിപ്പമുണ്ടാകുക എന്നുള്ളതല്ല. ഹൃദയത്തിൽ ദൈവവചനം നിറയ്ക്കുക. ഒരു വലിപ്പമുള്ള ഹൃദയമുള്ള ഒരാൾക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഇരട്ടിയൊക്കെ ഇന്ന് നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓടാനും ചാടാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരർത്ഥമല്ല ഹൃദയത്തിൻ്റെ വിശാലത. നമ്മൾക്കെപ്പോഴും ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറും തോറും നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലത കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹൃദയത്തിൽ ദൈവവചനം എപ്പോഴും ഉണ്ടാകണം. നമുക്കറിയാം, ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ട്, ഒറ്റ കസേരയുള്ള ഒരു ഇരിപ്പിടമാണ് നമ്മുടെ ഹൃദയം. ദൈവം അവിടെയാണ് ഇരിക്കുന്നത്. എന്നാൽ പിശാച് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതായത് പിശാചിന് ഒരവസരം നമ്മൾ കൊടുക്കുക വഴി നമ്മുടെ വിശാല ഹൃദയം നഷ്ടപ്പെട്ടു പോകാം. വീണ്ടും ഒരിക്കൽ കൂടി അത് തിരിച്ചു വരുവാൻ കഴിയാതെ വണ്ണം ഒരുപക്ഷെ നമ്മുടെ വിശാല ഹൃദയം നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് നാം എപ്പോഴും ദൈവവചനം നമ്മുടെ ദൈവവചനം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതവിടെ അങ്ങനെ നിറഞ്ഞു നിൽക്കും. നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനും കയറാൻ കഴിയാതെ, ഒരു ദുഷ്ടതയ്ക്കും കയറുവാൻ കഴിയാതെ, അത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മറ്റൊന്നിനും കയറുവാൻ കഴിയാതെ മറ്റുള്ളതിനെന്ത് ചെയ്യും? പുറന്തള്ളും. നിറഞ്ഞു നിൽക്കുന്ന ദൈവവചനം ശത്രുവിൻ്റെ പദ്ധതികളെ പുറന്തള്ളും. ഫോഷ്ക് പറയുമ്പോഴേ നിറഞ്ഞു നിൽക്കുന്ന വചനം പറയും, അവൻ ഫോഷ്കാണ് പറയുന്നത്, അവനെ അനുഗമിക്കരുത്. നമ്മളോട് ചക്കരവാക്കുകൾ പറയുന്നവർ, പ്രലോഭനങ്ങൾ പറയുമ്പോൾ ദൈവവചനം ഉള്ളിൽ നിന്ന് നമ്മളോട് പറയും അത് തെറ്റാണ്, ആ വഴി ദൈവത്തിൻ്റെ വഴിയല്ല എന്ന് നമ്മളോട് പറയുന്നതായി നമ്മൾക്ക് അനുഭവിക്കുവാൻ തക്കണം കഴിയും. ഇത്രയും പറഞ്ഞതിൻ്റെ സാരം, നമ്മൾ പ്രതിസന്ധിയിൽ കടന്നു പോകാം, പ്രശ്നങ്ങളിൽ കടന്നു പോകാം. നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നവർ ഗുരുതരമായ വീഴ്ചകളിലേക്ക് നമ്മളെ വീഴ്ത്തിയെന്ന് വരാം. നമ്മൾ ഇതിലെല്ലാം അകപ്പെട്ടു പോയെന്ന് വരാം. പക്ഷേ അതിനൊന്നും ഇട നൽകാതെ ദൈവവചനം ധ്യാനിക്കുവാനും, ദൈവവചനം നമ്മൾക്ക് ആ ദൈവവചനം വായിച്ച് അത് പ്രാർത്ഥിക്കുവാനും, ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും, ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ അത് നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ആ നിറഞ്ഞു നിൽക്കുന്ന വചനം നമ്മൾക്ക് അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനും, ദൈവസഭയിൽ നമുക്ക് അത് മറ്റുള്ളവർക്ക് ആശ്വാസകരമായി, മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി, ക്രിസ്തു യേശുവിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന രീതിയിൽ നമ്മൾക്ക് അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളത് നമുക്കൊരു അനുഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർവഹിക്കുന്നു. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ.